കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന രഞ്ജുവിന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ ആദർശിരിക്കുകയാണ്. അപ്പൊ രഞ്ജു വയ്യാതെ കിടക്കുവാണ്. ഈ സമയത്ത് രഞ്ജു ആദർശനോട് പറഞ്ഞു, ആദർശേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പോലും പറ്റുണ്ടായിരുന്നില്ല. ആ തല ഇറങ്ങി വീണ സമയത്ത് ആദർശേട്ടൻ ഉള്ളത് നന്നായെന്ന് പറയാം. ശരിയാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല രഞ്ജു, എനിക്കിപ്പോ ഒരു പ്രശ്നമില്ലെന്ന് പറയാണ്. രഞ്ജു പിന്നീട് ആദർശിന്റെ കൈ എടുത്ത് പിടിക്കണം. അപ്പൊ പെട്ടെന്ന് ആദർശ ആ കൈയും കൂടെ വലിച്ചു. രഞ്ജു നീ എന്താ ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കണം. പെട്ടെന്ന് രഞ്ജു പറഞ്ഞു, ആദർശേട്ട എന്നോടൊന്നും തോന്നരുത്. ആദർശേട്ടൻ അറിയാലോ ഞാൻ എത്രമാത്രം ആദർശേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ ആദർശ പറഞ്ഞു, ദേ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും നിന്റെ മനസ്സിൽ വേണ്ട കേട്ടോ. നിനക്കറിയാലോ എന്റെ കല്യാണം കഴിഞ്ഞാ എനിക്കൊരു ഭാര്യയുണ്ട്. ഞാൻ അവളിൽ തൃപ്തനാണ്. പിന്നെ എനിക്കിനിയിപ്പം വേറൊന്നിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ രഞ്ജു പറഞ്ഞു, അതൊക്കെ ആദർശന്റെ ഇഷ്ടം. പക്ഷെ എനിക്ക് ആദർശന് അത്രയ്ക്ക് ഇഷ്ടം. ഇനിയിപ്പം വേണിക്ക് കൊടുത്തതിന് ശേഷം ബാക്കി ആ ഒരു സ്നേഹം മാത്രം മതി എന്ന് പറയാം. നീ എന്തൊക്കെ രഞ്ജു ഇങ്ങനെ സംസാരിക്കുന്നേ? ആദർശേട്ടൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ആദർശേട്ടനോടുള്ള എൻ്റെ ഇഷ്ടം ഒരിക്കലും മനസ്സിൽ നിന്നും ആയില്ല. എപ്പോഴും ഇങ്ങനെ തന്നെ കാണും. ആദർശേട്ടനെ സ്നേഹിക്കാതിരിക്കുവോ എന്ത് വേണം ചെയ്യാം. ഒരു കാരണവശാലും ആദർശേട്ടനെ എനിക്ക് എൻ്റെ ഫ്രണ്ടായിട്ട് കാണാൻ പറ്റില്ലെന്ന് പറയാം. ആദർശിന് മുഖം അങ്ങോട്ട് വല്ലാതെ ആയിപ്പോയി. പിന്നീട് കാണിക്കുന്ന ആദർശ് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓർത്തോണ്ടാ ബൈക്ക് ഓടിച്ചങ്ങ് വരുന്നത്. ബൈക്ക് ഓടിച്ച് ബൈക്ക് അവിടെ വെച്ചിട്ട് പിന്നീട് ആദർശ് അങ്ങനെ അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വീട്ടിലേക്ക് പോലും കയറുന്നില്ല. ഇങ്ങനെ ബാങ്കിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് നിൽക്കുന്ന സമയത്ത് വേണി അങ്ങോട്ട് ഇറങ്ങി വരുവാ. വേണി കണ്ടു ആദർശിന്റെ നിപ്പ്. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ആദർശം എന്ത് ചെയ്യുക, അവിടെ കിടന്ന ഓസ് എടുത്തിട്ട് ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുക. ഇതെന്താ ഇങ്ങനെ? ഇന്ന് കാക്ക മലർന്നു പറക്കും. എന്റെ ഭഗവാനെ, താൻ എന്താ ഈ കാണുന്നതെന്ന് ഓർത്ത് വേണി അങ്ങോട്ട് ചെല്ലുവാണ്. അല്ല ആദർശേട്ടാ, ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ്. എന്താ വേണി? അല്ല ആദർശേട്ടൻ വന്നിട്ട് വീട്ടിൽ പോലും കയറാതെ ഇങ്ങനെ ഈ ബാഗും തോളത്ത് നോക്കി ഇങ്ങനെ ചെടി നനച്ചുകൊണ്ട് നിൽക്കുന്നത് അത്ഭുതമായിരിക്കുന്നല്ലോ. സമനില തെറ്റിയോന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് വേണിയോട് ആദർശ് ചോദിച്ചു, ഓഹോ അപ്പൊ ചെടി നനയ്ക്കുന്നവരെല്ലാരും ഈ സമനില തെറ്റിയല്ലേന്ന് ചോദിക്കണം. അല്ല, സാധാരണഗതിയിൽ ആദർശന്റെ അച്ഛനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചെടികളെയും പൂക്കളെയൊക്കെ സ്നേഹിച്ച് അവയൊക്കെ പരിചരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ആദർശേട്ടൻ ആദ്യമായിട്ട് എങ്ങനെ ചെയ്യാൻ കാണുന്നത്? പതിവില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കാണ് സംശയം തോന്നൂല്ലോ. അത് വെച്ച് അങ്ങനെ ഞാൻ ചോദിച്ചാന്ന് പറയും. ഈ സമയത്ത് ആദർശം ഒന്നും മിണ്ടാതെ നനച്ചുകൊണ്ടിരിക്കുക. അല്ലേ മത്താപ്പിന് ഇത് എന്ത് പറ്റിയത്? ആകെപ്പാടെ ഒരു മൂഡ് ഓഫ് ആണല്ലോ. ഈ ലോകത്തെ അല്ല വേറെന്തോ ഒരു ചിന്തയില. അല്ല ഇനിയിപ്പം ബാങ്ക് വല്ല അടച്ചുവിടുക എന്തെങ്കിലും ചെയ്തോ? എന്താ? അല്ല ഇങ്ങനെ നേരത്തെയൊക്കെ വരുന്നോണ്ട് ചോദിച്ചാ. പണ്ടത്തെ പോലെ അല്ല, ആദർശന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. ബാഗിലേക്ക് തന്നെയാണോ ഒന്ന് പോയെന്ന് ചോദിക്കാം. ഇതെന്താ വേണി നീ ഇങ്ങനെ പറയണേ? അല്ല എൻ്റെ ഉള്ളിലൊരു സംശയം വെച്ച് അങ്ങനെ ചോദിച്ചാന്ന് പറയാണ്. പിന്നീട് വേണിയുടെ അടുത്തേക്ക് ആദർശം വരുക. വേണി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുക. എന്താ? ചോദിച്ചോ. അല്ല ഈ തിരിച്ചു കിട്ടാത്ത പ്രണയം അത് നമ്മുടെ മനസ്സിന്റെ വിങ്ങലല്ലേന്ന് ചോദിക്കുകയാണ്. ശരിയാ, വിങ്ങലാണ്. നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത പ്രണയം അതുപോലെ തന്നെ അല്ലേന്ന് ചോദിക്കുക. സ്നേഹം ശരിയാണ്. വേണിക്ക് കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിൽ വേണി ആണെന്നൊക്കെ പറഞ്ഞോണ്ട് ഇത്രയും പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് കയറിപ്പോ. അപ്പൊ വേണി ആലോചിക്കുക, തിരിച്ചു കിട്ടാത്ത സ്നേഹം അത് മനസ്സിന്റെ വിങ്ങല, അപ്പൊ സ്വീകരിക്കാൻ പറ്റാത്തോ? ആദർശനം പറഞ്ഞ ശരിയാ. പക്ഷെ അതിന്റെ അർത്ഥം എന്താ? എന്തോ പക്ഷെ എന്നാന്നറിയത്തില്ല. ഇനി ആദർശനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്ല ചുറ്റിക്കളയാണ് താൻ കണ്ടുപിടിച്ചോളാം എന്ന് വേണി കരുതുവാണ്. പിന്നീട് കാണിക്കുന്ന രാത്രിയില് ശങ്കർ മുറിയിലേക്ക് കിടക്കാൻ ചെല്ലുവാണ്. ഈ സമയത്ത് ഗൗരി അവിടെ ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഗൗരിയോട് പറഞ്ഞു, അങ്ങോട്ട് മാറിക്കേ, എനിക്ക് കിടന്നുറങ്ങണം, രാവിലെ എഴുന്നേക്കാനുള്ളതെന്ന് പറയണം. ഇത് കൊള്ളാലോ, രാവിലെ എഴുന്നേറ്റിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോന്ന് ചോദിക്കുകയാണ്. നാളെ രാവിലെ പോണം, ഒരു സ്ഥലം വരെ പോണം. എന്താ? അതെ ഒരു കാര്യമുണ്ട്. എന്താ വല്ല ജോലിയും കിട്ടിയെന്ന് ചോദിക്കും. അതൊന്നും ഇപ്പൊ നീ അറിയണ്ടെന്ന് പറയും. സത്യം പറ ശങ്കു, എന്താ എന്നോട് മറച്ചു വെക്കുന്നത്? എന്തിനാ? അതൊന്നും പറയണ്ട, എന്റെ മോൾ അറിയേണ്ട സമയത്ത് അറിഞ്ഞാൽ മതി, അപ്പോഴും ഞാൻ പറയുന്നുള്ളെന്ന് പറയാം. എന്നാ ശങ്കു ഇത്? ഇങ്ങനെ വരുമ്പോഴത്തേനും ശങ്കർ എന്ത് ചെയ്യാണ്, ഒരു സിനിമ ഡയലോഗൊക്കെ ഞാൻ കാച്ചുന്നുണ്ട്. മോഹൻലാലിന്റെ സിനിമ ഡയലോഗൊക്കെയാ. അതിനുശേഷം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഗൗരിക്ക് തോന്നി, ഇതെന്ത് പറ്റിയത് ശങ്കറിന് പതിവില്ലാത്താണല്ലോ. ശങ്കരോട് ഞാൻ കിടന്നുറങ്ങട്ടെ കേട്ടോ, നീ അവിടെ കുത്തിയിരുന്നോളാൻ പറഞ്ഞുകൊണ്ട് ബെഡ്ഷീറ്റ് തലവഴി മൂടിപ്പച്ചങ്ങോട്ട് കിടക്കുവാണ്. ഓഹോ എന്തോ കള്ളത്തിനുണ്ട്, ഞാൻ കണ്ടുപിടിച്ചോളാതെ എന്താണെന്നാണെങ്കിലും. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും ശങ്കർ പോയി ഇടയ്ക്ക് കൊട്ടി പാടുവാണ് ക്ഷേത്രത്തില്. ഒരു ചെറിയ അമ്പലമൊക്കെയാണ്. അവിടെ കൊട്ടി ഇങ്ങനെ സോപാനഗീതം പാടുവാണ് ഇടയ്ക്ക് കൊട്ടി. നല്ല ഈണത്തിൽ തന്നെയാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം തിരുമേനി ഇറങ്ങി വന്നിട്ട് ശങ്കറിന് പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു സോപാനഗീതം, ഭഗവാനും ഇഷ്ടപ്പെട്ടു. അതിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് പറയാണ്. അത്രയ്ക്ക് നല്ല രീതിയിലല്ലേ പാടിയത്. അല്ല ഇവിടുത്തെ കമ്മിറ്റിക്കാരോടൊക്കെ ചോദിച്ചായിരുന്നു ചോദിക്കുവാണ് ഇവിടെ നിൽക്കുന്നതിനെ കുറിച്ച്. അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചായിരുന്നു. അല്ല ഇവിടെ നിന്ന് അധികം
പൈസയൊന്നും കിട്ടത്തില്ല കേട്ടോ, അതൊക്കെ അറിയാലോന്ന് ചോദിക്കാം. ഇനിയിപ്പോൾ ഇവിടെ താമസിക്കാനാണെങ്കിൽ ഇവിടെ അടുത്ത് റൂമുണ്ട്, അവിടെ താമസിച്ചാൽ മതി എന്ന് പറയാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പോയി വന്നോളാന്ന് പറയാം. ഓ, വീട് തൃശ്ശൂരാണല്ലോ അല്ലേന്ന് ചോദിക്കുക. അതേന്ന് പറയാം. ഈ ഇങ്ങനെ പറഞ്ഞിട്ട് തിരുമേനി പ്രസാദം കൊടുത്തിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പം ഭഗവാനെ പ്രാർത്ഥിച്ച്, ശിവന്റെ പ്രതിഷ്ഠയാണ് അവിടെ. അപ്പോൾ ശിവനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ചന്ദനമൊക്കെ തൊട്ട് നിൽക്കുമ്പോഴത്തേന് കമ്മിറ്റിക്കാരങ്ങോട്ട് വന്നേ. എന്നിട്ട് വന്ന് ചോദിച്ചു, അല്ല ഇവിടെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം. ആ, ഇഷ്ടപ്പെട്ടു എന്ന് ശങ്കർ പറയണ. സോപാനഗീതം കേട്ടു, നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ കേട്ടിരിക്കാനായിട്ട്, അത്ര ഈണത്തിൽ തന്നെയല്ലേ പാടുന്നേ. ഇനി ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല കേട്ടോ എന്ന് പറയണ. ശങ്കർ പറഞ്ഞു, എങ്ങോട്ട് പോകാന്, ഞാൻ ഒരിടത്തേക്കും പോയില്ല. അല്ല, വലിയ വലിയ ക്ഷേത്രങ്ങളിലേക്ക് വല്ല വിളി വന്നിട്ടുണ്ടെങ്കിലേ ഞങ്ങൾ ഇട്ടിട്ട് പോവില്ലെന്ന് പറയാം. അതൊന്നും ഒരു കാരണവശാലും പോവില്ല. ഇനിയിപ്പം നിങ്ങൾ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറയാം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാൽ നിനക്ക് ബുദ്ധിമുട്ടാവുമെന്ന് ശങ്കർ ചോദിക്കുക. അതെന്താ? എനിക്ക് കുറച്ച് തുക അഡ്വാൻസ് ആയിട്ട് വേണമെന്ന് പറയാം. അത്രേ ഉള്ളൂ, അതൊക്കെ തരാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. അങ്ങനെ ശങ്കറിന് സമാധാനമായി. പിന്നീട് കാണിക്കുന്ന അന്ന് രാത്രി കിടക്കുന്ന സമയത്ത് വേണിയാണെങ്കിൽ നോക്കിയപ്പോഴത്തേന് ആദർശ് കൂർക്കം പിടിച്ച് കിടന്ന് ഉറങ്ങുന്ന കണ്ടേ. ആദർശ് അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തായിരുന്നു. വേണു വന്നപ്പോഴത്തേന് ഉറക്കം അഭിനയിച്ച് കിടക്കുമായിരുന്നു. അപ്പൊ വേണി എന്ത് ചെയ്യുകയാണ്, ഒരു പാട്ടൊക്കെ അങ്ങോട്ട് വെക്കുവാണ്, കൺഫ്യൂഷൻ തീർക്കണമെന്നുള്ള ആ ഒരു പാട്ട്, ജയറാമിന്റെ ആ ഒരു പാട്ടിനൊക്കെ വെക്കുന്നേ. ഫോണിന് അതൊക്കെ വെച്ച് ആസ്വദിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. ഈ സമയത്ത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. പെട്ടെന്ന് രഞ്ജുവിന്റെ മുഖം ഓർമ്മ വന്നേ. രഞ്ജുവും താനും കൂടെ ഇങ്ങനെ നിൽക്കുന്നു. ആ പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ആ കയ്യെ പിടിച്ച് വയ്ക്കുമ്പോഴത്തേന് വേണി അത് കണ്ടുകൊണ്ട് വരുക. വേണി എന്ത് ചെയ്യുകയാണ്, രഞ്ജുവിനെ പിടിച്ച് തള്ളിയിട്ട് ഒപ്പം തന്നെ തന്റെ കർണം അടിച്ച് പൊട്ടിക്കുവാണ്. ഒട്ടും പ്രതീക്ഷ കാര്യമല്ലത് ആദർശ്. പെട്ടെന്ന് ആദർശ് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ബെഡേന്ന് താഴേക്ക് വീഴുക. വേണി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് പറ്റി ആദർശേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കണം. നിന്റെ ഒരു കോപ്പിലെ പാട്ട്, ഇനി മേലാൽ ഈ പാട്ട് ഇവിടെ വെച്ച് പോയേക്കല്, പാട്ട് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ ഈ ഫോൺ ഞാൻ തല്ലി പൊട്ടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങോട്ട് കയറി ബെഡേലേക്ക് കിടന്നിട്ട് തിരിഞ്ഞു കിടക്കുവാണ്. ഇതെന്ത് പറ്റി ആദർശേട്ടന്? ഒരു പാട്ട് വെച്ചാൽ ഇത്രയും പ്രശ്നമോ? എന്റെ ഭഗവാനെ, ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും കണ്ടില്ല എന്ന് ഓർത്തോണ്ട് വേണി ആദർശിനെ ഇങ്ങനെ നോക്കുവാണ്. അതിനുശേഷം പിറ്റേ ദിവസം ഇങ്ങനെ ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിൽ ആദർശ് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുവാണ്. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരതിയും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വന്നു. ആരതി ചോദിച്ചു, എന്ത് പറ്റി ആദർശേണ ഇങ്ങനെ വല്ലാതിരിക്കണേ നിൽക്കും, ഒരു തലവേദനയാന്ന് പറയാൻ. മുത്തശ്ശി, തലവേദനയാണോ, വല്ല ഗുളിക എന്തെങ്കിലും വേണോ മോനെ നിൽക്കും. ഗുളികയൊന്നും വേണ്ട മുത്തശ്ശി, അത് കുറച്ചു നേരം കഴിഞ്ഞാൽ മാറും എന്ന് പറയണേ. ആരതി പറഞ്ഞു, ഇങ്ങോട്ട് ഞാൻ തല അങ്ങോട്ട് മസാജ് ചെയ്ത് തരാന്ന് പറയാം. മസാജ് ഒന്നും വേണ്ടാന്ന് പറയാം. അതെന്താ ആദർശേട്ടാ, തല മസാജ് ചെയ്ത് വരുവാണെങ്കിലേ നന്നായിട്ട് കുറയൂന്ന് പറയണ ആ തലവേദന അങ്ങോട്ട്. മുത്തശ്ശി പറഞ്ഞു, ശരിയാ, ഇനി അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കും മോളെ എന്ന് പറയണേ. അങ്ങനെ ആരതി ആദർശിന്റെ തല അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ആദർശിന്റെ മനസ്സിൽ ആ സംഭവം ഒന്നും അല്ല ഉണ്ടായിരുന്നേ. രഞ്ജുവിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. തലവേദന ആണെങ്കിലേ തലവേദന കുറയുള്ളൂ, ഇത് കാര്യം വേറെയാണല്ലോ, അത് ആരോടും പറയാൻ പോലും പറ്റത്തില്ല. അങ്ങനെ തല മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആരതി ശ്രദ്ധിച്ചത്. അതെ മുത്തശ്ശി, ആദർശന്റെ തലയിൽ 2 ചുഴി ഉണ്ടല്ലേ എന്ന് പറയണ. ആ അതെ ഉണ്ട്, അതിപ്പോ നീ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? എന്റെ കയ്യിലേക്കല്ലേ നന്ദിനി പ്രസവിച്ച കുഞ്ഞിനെ തന്നത്, അപ്പൊ ഞാൻ അന്നേ അത് കണ്ടുപിടിച്ച കാര്യമോ, ഇപ്പോഴാണ് നീ ഇതൊക്കെ കാണുന്നതെന്ന് ചോദിക്കും. ഈ സമയത്ത് വേണി അത് കേട്ടോണ്ട് അങ്ങോട്ട് വരുന്നേ. അപ്പൊ മുത്തശ്ശിയോട് ആര് ചോദിച്ചു, ഈ 2 ചുഴി ഉണ്ട് എന്നാ മുത്തശ്ശിന്ന് ചോദിക്കാണ്. 2 ചുഴി ഉണ്ട്, പണ്ടുള്ള ആൾക്കാരൊക്കെയാണെ പറയും 2 കല്യാണം കഴിക്കുമെന്ന് പറയും, അങ്ങനെയാ പണ്ടൊക്കെ പറയാറുള്ളതെന്ന് പറയണം. ഇത് കേട്ടോ ആദർശം ഒന്നും ഞെട്ടി. വേണി, ആഹാ അത് കൊള്ളാലോ മുത്തശ്ശി, 2 ചുഴി ഉണ്ടെങ്കിൽ 2 കല്യാണം കഴിക്കുമെന്ന് ചോദിക്കുവാണ്. അല്ല വേണിമോളെ, അത് മുത്തശ്ശി ധൈര്യമായിട്ട് പറഞ്ഞു, അത് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നല്ലേന്ന് ചോദിക്കും. ആരതി പറഞ്ഞു, അതൊന്ന് ഓർത്തു നോക്കി, ആദർശേട്ടൻ 2 കല്യാണം കഴിക്കുന്നത്. 2 കല്യാണം കഴിക്കാൻ പോയിട്ടൊരു പെണ്ണിനെ നോക്കിയാ വേണിച്ചേച്ചി ആദർശേട്ടനെ തീർത്ത് കളയുള്ളെന്ന് പറയണം. ആദർശൊന്നും ഞെട്ടി. വേണിച്ചേച്ചിക്ക് അത്ര ഇഷ്ടമല്ലേ ആദർശേട്ടനെ. ഇനി എങ്ങനെ ഏതെങ്കിലും പെണ്ണിന്റെ പുറകെ പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ മിച്ചം വെക്കുള്ളൂ എന്ന് പറയാം. മുത്തശ്ശി ആരതിയൊക്കെ ഇത് കേട്ട് ചിരിക്കുകയാണ്. വേണി ആദർശനോട് ചോദിച്ചു, അല്ല ആദർശൻ നീ ഇപ്പൊ വേറെ വല്ല കല്യാണം കഴിക്കണമെന്ന് മോഹം ഉണ്ടോ നിൽക്കും. വേണി, നീ ഒന്ന് പോകാൻ പറയണം. അല്ല ആദർശേട്ടാ പറ, വേറെ വല്ല കല്യാണം കഴിക്കണമെന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഒരു കല്യാണം കഴിക്കണ്ട, നീ എന്നെ ശല്യം ചെയ്യാന്ന് പോകാൻ പറയണം. അല്ല ആദർശേട്ടാ അങ്ങനെയുണ്ട് പറ, ഈ വേണി നടത്തി തരും. കല്യാണത്തിന് ഉപ്പ് വിളമ്പത് ഞാനായിരിക്കും എന്ന് പറയാം. ഞാനും കൂടെ വരാം പെണ്ണ് കാണാനായിട്ട്. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാം ഒരു സെറ്റായിരിക്കും. ഞാന്, മുത്തശ്ശി, ആരതി, അച്ഛനും നന്ദിനിയും എല്ലാരും ഞങ്ങളായിരിക്കും ചെറുക്കന്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാര്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പെണ്ണ് കണ്ട് ആദർശന്റെ ഇഷ്ടമാണ്, നാളെ തന്നെ നമുക്ക് കല്യാണം നടത്തിയേക്കാന്ന് പറയണം. ആദർശം ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങോട്ട് കയറിപ്പോവാണ്. ഈ സമയത്ത് വേണി ഓർത്തു, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ മത്താപ്പിന് പഴയ സ്വഭാവമല്ല, എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണിയുടെ അടുത്ത കളി.
ഈ വേണി ഭദ്രകാളിയാന്ന് നിങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞ് വേണി ഇങ്ങനെ അരക്ക് കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.